പാത്രം കഴുകാറായി. അപ്പൊ നമ്മള് വന്നല്ലോ, അതുകൊണ്ടാണ് പാത്രം ഒന്നും കഴുകൂല, ഇപ്പൊ തന്നെ അങ്ങോട്ട് മുങ്ങി. ഇതേണ്ട, ഞങ്ങളുടെ ഇവിടെ ഇതിനെ ഇരുമ്പമ്പുളി അല്ലെങ്കിൽ ചെമ്മിപ്പുളി എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താ പേര് പറയുന്നത് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇത് വെച്ച് നല്ല സ്വീറ്റ് അച്ചാർ എളുപ്പത്തിൽ ഉണ്ടാക്കാം. വേഗം വാ. ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക്, ഉലുവയും കടുകും പൊട്ടി വന്നിട്ട് വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വന്നു. ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ടെങ്കിലേക്ക് സാധാ മുളക് പൊടിയാണ്ടത്. ഇതൊരു ടീസ്പൂൺ, ഓരോരുത്തരും എരിവനുസരിച്ച്. ഇത് കാശ്മീരി മുളക് പൊടി, കായപ്പൊടി, അപ്പോൾ അതേ പുളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചെമ്മിപ്പുള്ളി ഒരുപാട് നേരം ഇതിലിട്ടിട്ട് വേവിക്കണ്ട കേട്ടാ. കുറച്ചൊരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞു വെച്ചതാണ്. ഇത് ഒഴിച്ചു കൊടുക്കുക. അടുത്തത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. ഇത് ഒരു മധുരം അനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇതിൽ കിടന്നൊരു 3 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഇത് കുറച്ച് നേരം ഇങ്ങനെ തിളക്കണം കേട്ടോ. അപ്പം ചെമ്മിപ്പുള്ളിയുടെ വെള്ളമൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇറങ്ങി വരും. അപ്പം അതൊന്ന് കുറച്ചൊന്ന് വറ്റണം. അതെ, അച്ചാറൊക്കെ അതേ കുറുകി വന്നിട്ടുണ്ട്. കണ്ട ഈ കളറാവണം കേട്ടോ അച്ചാർ. ഞാൻ കായപ്പൊടി കുറച്ച് കുറവുണ്ടായി, ഇത്തിരി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് ഞങ്ങളുടെ അൽസായനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിള്ളേർക്ക്, അതുപോലെ അനിയന്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും സ്വീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ലാസ്റ്റ് ആയപ്പോ എന്താന്ന് വെച്ചാൽ പാത്രം കഴുകാറായി. അപ്പൊ നമ്മള് വന്നല്ലോ, അതുകൊണ്ടാണ്. വെറുതെ നുണ പറയണ്ട, പാത്രം ഒന്നും കഴുകൂല, ഇപ്പൊ തന്നെ അങ്ങോട്ട് മുങ്ങിയിട്ട് ഞാനാണ് ഇതൊക്കെ ചെയ്യണതേനാ. ഇപ്പൊ ചെയ്ത പുള്ളിയുടെ കാര്യം കഴിഞ്ഞ് മുങ്ങും. ഇത് ഓഫ് ചെയ്തിട്ട് അച്ചാർ കേടാവാതിരിക്കാൻ ഇപ്പൊ പിള്ളേർക്കൊക്കെ നമുക്ക് ഹോസ്റ്റലിലേക്കൊക്കെ